جعل من بعد قوة ضعفا وشيبا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി ആയത്ത് പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾക്ക് നല്ല കഴിവും ബുദ്ധിയും ശക്തിയും എല്ലാ നിലയ്ക്കുമുള്ള ചങ്കൂറ്റവും ഞാൻ നൽകി. പക്ഷെ ആ സമയത്തിന് ശേഷം നിങ്ങളെ ഞാൻ വീണ്ടും മറ്റൊരു അവശതയിലേക്ക്, ബലഹീനതയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മൃദുപ്രായം അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്നു. ആ സമയത്ത് ഓരോ മനുഷ്യനും പറയും, ഞാൻ ചെയ്തു കൊള്ളാം, അങ്ങനെ ചെയ്തു കൊള്ളാം, ഇങ്ങനെ ചെയ്തു കൊള്ളാം. ആ പറയലിൽ ഒരു അർത്ഥവുമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മനുഷ്യൻ അല്ലാഹു ദുനിയാവിൽ നൽകിയ സമയങ്ങളെ അവൻ പാഴാക്കിയിട്ട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി ഓശാനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വരുമ്പോൾ അവൻ ആണയിട്ട റബ്ബിന്റെ കോടതിയിൽ അവൻ പറയുന്ന സത്യം, അവന്റെ യുവത്വത്തെ മുഴുവനും പാഴാക്കിക്കൊണ്ട് പടച്ച റബ്ബിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ കേവലം പാശ്ചാത്യ സംസ്കാരത്തെ തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവന്റെ സമയങ്ങളും സമ്പത്തുകളും നശിപ്പിച്ച മനുഷ്യനെ കുറിച്ച് ആഖിറത്തിൽ അവൻ വിലപിക്കുന്ന വിലാപത്തെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ആ ഖിയാമത്തിന്റെ നാളിൽ, ഭയാനകത നിറയുന്ന നാളിൽ, കഠോരമായ ശിക്ഷകളെ ഇവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അവസരത്തിൽ ഇവൻ ആണയിട്ട് പറയുന്ന സത്യമാണ്, അവന്റെ യുവത്വത്തെ അവൻ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ, അവൻ അല്ലാഹു നൽകിയ നിഅമത്തിനെ അവൻ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഇവൻ ആണയിട്ട് പറയുന്ന സത്യം. وَيَوْمَ تَقُومُ السَّاعَةُ يُقْسِمُ الْمُجْرِمُونَ مَا لَبِثُوا غَيْرَ سَاعَةٍ كَذَلِكَ كَانُوا يُؤْفَكُونَ. ഖിയാമത്ത് നാളിൽ അന്ത്യസമയമെത്തുമ്പോ, ഈ ലോകത്തിന് പരിസമാപ്തി കുറിക്കുമ്പോ, ആണയിട്ടുകൊണ്ട് അഹങ്കാരികൾ അവന്റെ സമയം പാഴാക്കിയവൻ ആണയിട്ടുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ പറയുമത്രേ, പടച്ചതമ്പുരാനെ, നീ എനിക്ക് ആയുസ് നൽകിയില്ലല്ലോ, കൂടുതൽ വർഷങ്ങൾ ജീവിക്കാൻ അവസരം നൽകിയില്ലല്ലോ, കേവലം 1 മണിക്കൂർ സമയം മാത്രമാണ് നീ ജീവിക്കാൻ അനുവദിച്ചത്. നാളെ ആഖിറത്തിന്റെ ശിക്ഷകളും ഭയാനകതകളും കാണുമ്പോൾ ഓരോ യുവാവും, ഓരോ യുവതിയും, ഓരോ മനുഷ്യനും നാളെ നിലവിളിക്കുന്ന രംഗം. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അത് എത്തുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വം അല്ലാഹു നമുക്ക് നൽകിയതൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ എങ്ങനെ ചെലവഴിക്കണം, അത് അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു വലിയ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒരു സഹാബി നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരുന്നു. ഫഅതൻ നബിയ റജുലുൻ, ഒരു സഹാബി ഹബീബായ തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അയ്യു ദുആഇ അഫ്ളലു, പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് നബിയേ? ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ് ഹബീബേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലിൽ അഫ്വ വൽ ആഫിയ, സലിൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. സഹോദരാ, ദുനിയാവിലും നാളെ ആഖിറത്തിലും നിനക്ക് ശാരീരികമായി ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് നീ ചോദിക്കണമേ. നബി തങ്ങൾ ചോദിച്ച, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളെ കണ്ട് ഏറ്റവും നല്ല ദുആ പഠിപ്പിച്ചതാ നബി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി, സലിൽ അഫ്വ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ നമുക്ക് ആഫിയത്ത് വേണം, ആഖിറത്തിലും നമുക്ക് ആഫിയത്ത് വേണം. സുമ്മ അതാഹുൽ ഗദ, രണ്ടാമത്തെ ദിവസവും ഹബീബായ തങ്ങളുടെ ഹദറത്തിലേക്ക് ആ സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു ദുആഇ അഫ്ളൽ, പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് നബിയേ? ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏത് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലിൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നീ അല്ലാഹുവിനോട് ചോദിക്കണമേ. ദുനിയാവിൽ കിട്ടുന്നത് പോലുള്ള ആരോഗ്യവും ആഫിയത്തും ആഖിറത്തിലും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. കാന യദഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയാ
വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് ശാരീരികമായ മാനസികമായ ഐശ്വര്യവും ആരോഗ്യവും നൽകണമേ അല്ലാഹ്. ഒരു ഖബറിന്റെ അരികിലേക്ക് പോകുമ്പോ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്, ആ ഖബറാളികൾക്ക് നാം ചെയ്യേണ്ട ദുആ, അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലനാ വലഹും അൽ അഫ്വ വൽ ആഫിയ. ആ ഖബറാളികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പടച്ചവനെ, ഞങ്ങൾക്കും ഈ മൺമറഞ്ഞു പോയ മഹത്തുക്കൾക്കും നീ ആഫിയത്ത് നൽകണമേ അല്ലാഹ്, മാപ്പ് നൽകണമേ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യണമേ റബ്ബേ എന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുമ്പോ, ദുനിയാവിൽ മാത്രമല്ല ഈ യുവത്വം ആവശ്യം, ആഖിറത്തിലും ഈ യുവത്വം നമുക്ക് ആവശ്യമുള്ളതാ. ദുനിയാവിൽ അത് പാഴാക്കരുതേ, അത് നശിപ്പിക്കരുതേ, അത് നിങ്ങൾ അതിന് കോട്ടം വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വരുത്തരുതേ. ഹബീബായ തങ്ങൾ അതാണ് പഠിപ്പിച്ചത്. സഹോദര, നീ ചോദിക്കേണ്ടത് നിന്റെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഓരോ ചെറുപ്പക്കാരനും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആഫിയത്ത് ഏറ്റവും വലിയ നിഅമത്ത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഖുതുബ പ്രഭാഷണത്തിൽ ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷം പറഞ്ഞതും, യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സഹോദരങ്ങളെ, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ദുനിയാവിലും ആഖിറത്തിലും ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയാ നമ്മൾ ചോദിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രഭാഷണം. ദുനിയാവിൽ നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങനെയാണ്, ആഫിയത്ത്, ആരോഗ്യം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഈമാൻ നൽകിയതിനു ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നിങ്ങൾക്ക് മിനൽ മുആഫാത്ത്, നിങ്ങൾക്ക് ആഫിയത്ത് തന്നുള്ളതാണ്. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നക ഉതീതൽ ആഫിയത ഫഖദ് അഫ്ലഹത. ദുനിയാവിലും ആഖിറത്തിലും ശാരീരികമായി അല്ലാഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്താൽ, ആരോഗ്യം നൽകിയാൽ അവൻ വിജയം പ്രാപിച്ചവനത്രേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ആഫിയത്ത്, ആരോഗ്യം. ആരോഗ്യം, ഈ ആരോഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യം, നമ്മൾ ചോദിച്ചു വാങ്ങിയ ആരോഗ്യം, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് ഈ ആരോഗ്യത്തെ കുറിച്ചാണ്. അതിനാണ് ഈ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞത്. ഈ ആരോഗ്യത്തെ കുറിച്ചായിരിക്കും നാളെ ആഖിറത്തിൽ ചോദിക്കും. കാരണം എന്താ? ഈ ആരോഗ്യം നിങ്ങൾ പാഴാക്കിയിട്ടുണ്ടോ? ഈ ആരോഗ്യം നിങ്ങൾ എന്തിന് ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. എത്രയോ അശ്രദ്ധയായവർ, എത്രയോ സഹോദരങ്ങൾ അവർക്ക് വിലപ്പെട്ട, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അവർ പാഴാക്കുകയാണല്ലോ. ഒന്ന് അസ്സിഹ്ഹത്തു, അല്ലാഹു അവർക്ക് നൽകിയ ആരോഗ്യം. രണ്ട് അൽ ഫറാഗ്, ഒഴിവ് സമയങ്ങൾ അവർ പാഴാക്കുകയാണ്. ഏറ്റവും വലിയ നിഅമത്ത്. ഇന്ന് യുവാക്കൾ ഈ രണ്ട് സമയങ്ങൾ, ഈ രണ്ട് നിഅമത്തുകളാണ് പാഴാക്കുന്നത്. ഒന്ന് അവരുടെ ആരോഗ്യം. കളി, ചിരി, തമാശ, ഗാനമേള, വെള്ളവടി, പാൻപരാഗ്, ഹാൻസ്, ചൈനി, കെയ്നി, പുകയില, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരം മൊത്തം അവർ പാഴാക്കുന്നു. രണ്ട് ഒഴിവ് സമയത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇതുമായിട്ട് കൂട്ടുകാരുമായിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഹറാമായ പ്രവർത്തനങ്ങൾക്ക് മൊത്തം അവർ കൂട്ടുനിൽക്കുന്നു ഒഴിവ് സമയങ്ങളിൽ. അങ്ങനെ പോകുമ്പോഴാണ് ആക്സിഡന്റ്. പത്രം എടുത്തു വെച്ച് നോക്കിയാലും കാണുന്ന യുവാക്കൾ, കൂടുതലും യുവാക്കൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, ഓരോരോ പഠനത്തിന് വേണ്ടി, ഉന്നത ബിരുദമെടുക്കുന്നതിന് വേണ്ടി കേരളം വിട്ട് ഇന്റർസ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കുന്ന യുവാക്കൾ. ഇന്ന് സുഹൃത്തുക്കളെ, പത്രം എന്ന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കി, ഇന്നലെയുമുണ്ട്, ഇന്നുമുണ്ട്, എല്ലാ ദിവസവും പത്രം. നല്ല നല്ല ചോരത്തിളപ്പുള്ള എത്ര എത്ര സുന്ദരക്കുട്ടന്മാരായ യുവാക്കൾ വണ്ടിക്കടിയിൽ പെട്ട് ചതഞ്ഞെരിഞ്ഞ് മരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ കണക്കെടുത്തപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ 450 പേര് മരണപ്പെട്ടു ആക്സിഡന്റിൽ, യുവാക്കൾ. അതിൽ 400 പേരും മുസ്ലിമീങ്ങളാണ്. വെഹിക്കിളിന്റെ കണക്കാണ്.
മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു 400 പേരും അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ യുവാക്കളാണ് അവർ മരണപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 50 പേര് മാത്രം അമുസ്ലിമീങ്ങൾ. നമ്മുടെ സമയം നമ്മൾ എന്തിനു ചെലവഴിക്കുന്നു? നമ്മുടെ ശരീരം നമ്മൾ എന്തിനു ചെലവഴിക്കുന്നു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, ഇന്ന അവ്വല മാ യുസലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത സഭയിൽ ആദ്യമായി ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്നത് മിനൻ നഈം, അവന്റെ ആരോഗ്യത്തെ കുറിച്ചാണ്, അവന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ്. എന്താണ് ചോദിക്കുക? അലം നുസഹി ജിസ്മക വനുറവിക മിനൽ മാഇൽ ബാരിദ്. യുവാവേ, യുവതികളെ, സഹോദര സഹോദരി, നാം കുടിച്ചു തള്ളുന്ന വെള്ളമുണ്ടല്ലോ, നമ്മൾ ചവച്ചു തുപ്പുന്ന ഭക്ഷണമുണ്ടല്ലോ, ഇതിനെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടവരാണ്. നിന്നുകൊണ്ട് കുടിക്കുന്ന തണുത്ത വെള്ളമുണ്ടല്ലോ, പാപം ചെയ്തിട്ട് അവശനായി ബലഹീനനായവൻ അവന്റെ ശരീരത്തിന്റെ ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി അവൻ കുടിക്കുന്ന തണുത്ത വെള്ളം, ആ തണുത്ത വെള്ളത്തിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമാധാനം പറയണം. ഇതിനു വേണ്ടി ഓടുകയും ചാടുകയും അവൻ അല്ലാഹു നൽകിയ ശരീരത്തിന്റെ ആരോഗ്യം ഏത് നിലയ്ക്ക് ചെലവഴിച്ചു, ആർക്ക് വേണ്ടി ചെലവ് ചെയ്തു, ഇതിനെക്കുറിച്ച് അവനോട് ചോദ്യമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അലം നുസഹി ജിസ്മക, നിന്റെ ശരീരത്തെ നാം ആരോഗ്യപ്പെടുത്തിയില്ലേ? നിനക്ക് കണ്ണ് തന്നില്ലേ? നിനക്ക് നാവ് തന്നില്ലേ? നിനക്ക് മൂക്ക് തന്നില്ലേ? നിനക്ക് സൗന്ദര്യം നാം നൽകിയില്ലേ? ചോദിക്കും, എന്തിനാ തന്നത്? ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നിന്റെ പാദം ചലിപ്പിക്കാൻ കഴിയില്ല. ആദമിന്റെ മോനെ, ആദമിന്റെ മകളെ. അല്ലാഹു റസൂൽ പറയുകയാണ്, ഇവിടുത്തെ റിമാൻഡൊക്കെയാണ് നമുക്ക് പേടി. പോലീസ് റിമാൻഡ്, പോലീസ് കസ്റ്റഡി, കോടതിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര പേടിയാണ്. അത് അള്ളാഹ് കാണിച്ചത്. ഇതൊക്കെ ഖല്ലീവൽ, ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിനും സമ്പത്തിനും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോടതികളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷെ ആഖിറത്തിലെ കോടതിയിൽ ഇതൊന്നും നടക്കൂല. അവിടെ നടക്കൂല. അവിടെ കൂട്ടുകാരനും സുഹൃത്തുക്കളും എല്ലാവരും കാണും, പക്ഷെ ആർക്കും. അതാണ് അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ ഫയൽ, ഓരോരുത്തർക്കും ഓരോ കാര്യം. അവരവരുടെ കാര്യങ്ങളല്ലാതെ കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല. യൗമ തകൂനു സമാഉ കൽമുഹൽ വതകൂനുൽ ജിബാലു കൽഇഹൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഈ വമാ ഫിൽ അർളി ജമീഅൻ ثم ينجي. നാളെ ഓരോ സഹോദരനും സഹോദരിയും റബ്ബിന്റെ പരമോന്നത കോടതിയുടെ മുന്നിൽ പോയി വിലപിക്കുന്ന വിലാപമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ അറിയിക്കുന്നത്. ചിന്തിക്കൂ, പാഠം ഉൾക്കൊള്ളൂ. തന്റെ ശിഷ്ട ജീവിതം അല്ലാഹുവിന്റെ വഴിയിലൂടെ നിങ്ങൾ ചലിപ്പിക്കൂ. സഹോദര, ഇന്ന് ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കാണും. ഒരാൾക്കൊരു രോഗം വന്നാൽ ശുശ്രൂഷിക്കാൻ കാണും. ഒരാൾ ജയിലിലായാൽ അവരെ മോചിപ്പിക്കാൻ ആള് കാണും. വല്ല ആപത്തുകൾ വന്നാൽ സഹായിക്കാൻ കൂട്ടുകാര് കാണും. പക്ഷെ ആഖിറത്തിലെത്തുമ്പോ, പരമോന്നത സഭയിലെത്തുമ്പോ, റബ്ബിന്റെ കോടതിയിൽ നിന്നെ തെളിച്ചു കൊണ്ടുവരുമ്പോ നീ ഒറ്റപ്പെട്ടവനായിരിക്കും. നിന്റെ കൂട്ടത്തിൽ കിടന്നുറങ്ങുന്ന നിന്റെ സഹധർമ്മിണി പോലും നിനക്ക് നാളെ എതിർ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം നീ നേരിട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആകാശങ്ങളെ ചുരുട്ടിയെറിയപ്പെടുന്ന ദിവസം, ഭൂമിയെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ദിവസം, ഭൂമിയെല്ലാം കടഞ്ഞ രോമങ്ങൾ പോലെ അല്ലാഹു അത് പറപ്പിക്കുന്ന ദിവസം. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ
ദുനിയാവിൽ ആത്മാർത്ഥ സുഹൃത്ത് തന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കണ്ടില്ല എങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് അന്വേഷിക്കാറുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, ഒരുമിച്ച് കളിക്കുന്നവർ, ഒരുമിച്ച് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവർ, ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്നവർ, ഒരുമിച്ച് രസാനുഭൂതികളിൽ പങ്കെടുക്കുന്നവർ ആഖിറത്തിലെത്തുമ്പോ ദുനിയാവിൽ അവർ ചോദിക്കുന്നത് പോലെ തന്റെ കൂട്ടുകാരനെ കുറിച്ച് മറ്റൊരു കൂട്ടുകാരൻ അന്വേഷിക്കുകയില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്തും തന്നെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുകയില്ല. ഈ ദുനിയാവിൽ വഴി പിഴപ്പിക്കാനും അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാനും ഏതൊരു ചെറുപ്പക്കാരനോ ഏതൊരു യുവതിയോ തയ്യാറായിട്ടുണ്ടോ, വഴി പിഴച്ചവരെയും പിഴപ്പിച്ചവരെയും അതിന് കൂട്ടുനിന്നവരെയും അല്ലാഹു അതാ ആഖിറത്തിൽ വെച്ച് കാട്ടിക്കൊടുക്കുകയാ. നിനക്ക് മദ്യം വാങ്ങി തന്നവനാണ് ഈ നിൽക്കുന്നവൻ, നിനക്ക് വ്യഭിചാരശാല കാട്ടി തന്നവനാണ് ഈ നിൽക്കുന്നവൻ, നിന്നെ മോശമായ വഴികളിലേക്ക് തെളിച്ചവനാണ് ഈ നിൽക്കുന്നവൻ. ഇതാ നിന്റെ കൂട്ടുകാരനല്ലയോ? അല്ലാഹു അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോ എനിക്ക് കാണണ്ട റബ്ബേ, എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട റബ്ബേ, എന്റെ സ്വന്തം ശരീരത്തെ നീ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ. സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമോനെ പൊന്നുമോളെ സ്നേഹിക്കാത്ത മാതാക്കളാരാണ്, പിതാക്കളാരാണുള്ളത്? എവിടേക്ക് പോയാലും ആ പൊന്നുമക്കളെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുട്ടികൾക്ക് ദുനിയാവിൽ വെച്ചൊരാപത്ത് വന്നാൽ നീ വിലപിക്കുകയും നെഞ്ചിലടിച്ച് കരയുകയും ചെയ്യുമെങ്കിൽ ഇതാ ഈ പൊന്നുമോനെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നീ ഇതാ ബലി നൽകുകയാ, പ്രായച്ചിത്തം നൽകുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നിൽ നീ പറയുന്നു. ആഖിറത്തിന്റെ ഭയാനകതകൾ കാണുമ്പോ റബ്ബിനോട് തന്റെ കുഞ്ഞു മകനെ എടുത്തു നിർത്തിക്കൊണ്ട് പറയുന്നു, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീ. അല്ലാഹുവേ, എന്റെ മകനെയോ എന്റെ മകളെയോ നിനക്ക് പ്രായച്ചിത്തമായി നൽകാം. സുമ്മയുൻജീ, നരകകുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. ഈ മഹ്ശറ വൻസഭയിൽ നിന്ന്, ഈ കാണുന്ന തീയിൽ നിന്ന്, ഈ ക്ഷോഭവും ഇരമ്പലമുള്ള നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റണമേ. അതിന് എന്റെ മക്കളെ നിനക്ക് ബലി നൽകാം റബ്ബേ. ഇന്ന് മക്കളെ മക്കളെ എന്ന് പൂജിക്കുന്ന മാതാപിതാക്കളെ, മക്കൾക്ക് വേണ്ടി തന്റെ ജീവിതം നശിപ്പിക്കാൻ തയ്യാറുള്ള മാതാപിതാക്കളെ, മക്കൾക്കൊരു ജോലി കിട്ടാൻ കോടികൾ വലിച്ചെറിയുന്ന മാതാപിതാക്കളെ, മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹനം ചെയ്യാൻ ഏത് മന്ത്രിമാരുടെയും അധികാരികളുടെയും പടിവാതിൽക്കൽ പോയി ക്യൂ നിന്നുകൊണ്ട് മക്കളുടെ ദുനിയവീ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മാതാക്കളെ, നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ മക്കളെ തള്ളിപ്പറയുന്ന ദിവസമുണ്ടാകും. ബിബനീ, എന്റെ മക്കളെ നിനക്ക് തരാം റബ്ബേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? തീർന്നില്ല. വസാഹിബതിഹി വഅഖീ, തനിക്കിടയിൽ രഹസ്യമില്ല, തനിക്കിടയിൽ പരസ്യമില്ല. രാഗാനുരാഗത്തിന്റെ സമഞ്ജസമായ സമ്മേളനമാണ്. തന്റെ ഭാര്യ തന്റെ എല്ലാമാണ്, തന്റെ വിരിപ്പാണ്, തന്റെ രഹസ്യം പങ്കിടുന്നവളാണ്, തന്നോടൊപ്പം ചേർന്ന് കിടക്കുന്നവളാണ്. താൻ വരാൻ താമസിച്ചാൽ ഫോൺ വിളിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവളാണ്. ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് സന്തോഷവും സല്ലാപവും പങ്കിടുന്നവരാണ്. ഇതാ ഓർത്തുകൊള്ളുക ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഈ സന്തോഷത്തിന് തിരശീല വീഴുകയാ. ഓരോ അഹങ്കാരികളും ഓരോ അധർമ്മവാദികളും ഓരോ പാപികളും നാളെ റബ്ബിന്റെ കോടതിയിൽ പോയിക്കൊണ്ട് പറയും, എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തം നൽകാമല്ലാ. സുമ്മയുൻജീ, എന്നെ നീയൊന്ന് ഈ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ റബ്ബേ. ഭാര്യയെ കൊടുക്കും. വസാഹിബത്തിഹി, അവന്റെ ഭാര്യയെ. വഅഖീ, തനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന തന്റെ സഹോദരനെ വേണമെങ്കിൽ നൽകാം റബ്ബേ. സുമ്മയുൻജീ, ഒന്ന് രക്ഷപ്പെടുത്തണം നരകത്തിൽ നിന്ന്. എന്റെ ആഗ്രഹം അതാണ്.
തീർന്നില്ല, ഉപ്പ ഉമ്മ. ദുനിയാവിൽ തനിക്ക് അഭയം നൽകിയ മാതാക്കൾ ആരാണോ, പിതാക്കൾ ആരാണോ, രക്ഷകർത്താക്കൾ ആരാണോ, ആരെ വേണമെങ്കിലും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം. എന്റെ ലക്ഷ്യം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതാ. ഉപ്പായ ഉമ്മായൊക്കെ പണയം വെക്കാൻ നമ്മൾ തയ്യാറാകും. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹ് നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. നാളെ ആഖിറത്തിലെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുകയാണ്. എനിക്ക് അഭയം തന്നവരെ മുഴുവനും നിനക്ക് ഞാൻ തരാം അല്ലാഹ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി, എന്റെ തടി സലാമത്താക്കി താ, എന്റെ തടി സലാമത്താക്കി താ. തീർന്നില്ല. വമാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സകലമാന മനുഷ്യരെയും നിനക്ക് വേണ്ടി ഞാൻ പ്രായശ്ചിത്തം നൽകാം. നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ? മക്കളെ മതിയാവൂലേ, ഭാര്യയെ മതിയാവൂലേ, ഭർത്താവിനെ മതിയാവൂലേ, മാതാപിതാക്കളെ പോലെ, രക്ഷകർത്താക്കളെ പോലെ ഭൂമിയിലുള്ള സകലമാന ആളുകളെ നിനക്ക് ഞാൻ പ്രായശ്ചിത്തം നൽകാം. ഫിദാ, എനിക്കൊന്ന് രക്ഷപ്പെടാം. അപ്പൊ ഞാൻ പറഞ്ഞെന്തെന്നറിയാവോ? നാളെ അവനവന്റെ സ്വന്തം കാര്യം. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് കൂട്ടുകാർ ഇഷ്ടം പോലെ കാണും. വെള്ളം അടിക്കാനും കൂട്ടുകാർ കാണും, ബൈക്കിൽ കൊണ്ടുപോകാനും കാണും, അപ്പാച്ചിയുടെ പുറകിൽ വെച്ചുകൊണ്ട് പോകാനും കാണും, ഒപ്പിച്ചേരാനും മാമാപ്പണി ചെയ്യാനും എല്ലാ പണിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒറ്റത്തടിയാവും. നീ പറഞ്ഞറിയാണ്. എല്ലാവരും പറയും ആരെ വേണമെങ്കിലും ഞാൻ തരാം അല്ലാഹ്, എന്ത് വേണമെങ്കിലും തരാം അല്ലാഹ്, എത്ര പേരെ വേണമെങ്കിലും തരാം അല്ലാഹ്, ഈ ഭൂമിയിലുള്ള മുഴുവൻ പേരെ ഞാൻ തരാൻ പഠിച്ചവനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തും പ്ലീസ്. നാളെ വിളിക്കാം അല്ലാഹുടെ മുന്നിൽ പോയിട്ട്. അള്ളാന്റെ മറുപടി കല്ലാ ഇന്നഹാ ലല്ലാ. സാധ്യമല്ലടാ മോനെ, സാധ്യമല്ലടാ, സാധ്യമല്ല. നിനക്ക് വിലപിക്കേണ്ട സമയം കഴിഞ്ഞു. അത് ദുനിയാവിൽ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് വ്യക്തമായ മറുപടി പറയാതെ യുവാവേ, യുവതിയെ, നിന്റെ പാദം നാളെ ചലിപ്പിക്കാൻ കഴിയില്ലടോ. ആഖിറത്തിൽ ഇവിടെ മാത്രമൊന്നുമല്ല ചോദ്യം. ഇവിടുത്തെ ചോദ്യം ഒന്നുമല്ല മോനെ. ആഖിറത്തിൽ കൊണ്ട് പിടിച്ചു നിർത്തുമ്പോൾ നിന്നെ ചോദിക്കും നാല് കാര്യം, പരമപ്രധാനമായ നാല് കാര്യം. അവൻ അല്ലാഹു നൽകിയ വയസ്സ്, ആയസ്, ആരോഗ്യത്തെ കുറിച്ച് അല്ലാഹു അവനോട് ചോദിക്കുമ്പോ ഫീമാ അഫ്നാ, എങ്ങനെ ചെലവ് ചെയ്തു, എങ്ങനെ ചെലവഴിച്ചു, എതിനു വേണ്ടി മാറ്റിവെച്ചു എന്ന് ചോദിക്കുമ്പോ അതിന് നീ മറുപടി പറയാതെ നിന്റെ പാദം ചലിപ്പിക്കാൻ കഴിയില്ലടോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മുത്തായ വാക്കാണ്, മുത്തായ വാക്കാണ്. ശ്രദ്ധിച്ചോണി, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. നമുക്ക് അല്ലാഹു തന്ന ആയുസ് എങ്ങനെ ചെലവ് ചെയ്തു? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ റബ്ബിന്റെ അടുക്കൽ പോയിട്ട് പറയും, പടച്ചവനെ ഞാൻ കുടുങ്ങിപ്പോയതാ, ഞാൻ അറിയാതെ പോയതാ, എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, അബദ്ധത്തിൽ വീണ് പോയതാ എന്ന് പറഞ്ഞിട്ട് നാളെ ആഖിറത്തിൽ ഇവിടെ റബ്ബിന്റെ അടുക്കൽ ഇവൻ വിലപിക്കും. റബ്ബനാ غلبت علينا شقوتنا وكنا قوما ضالين. അല്ലാഹുവേ, ദുനിയാവിലെ പ്രേമം, ദുനിയാവിലെ രസം, ദുനിയാവിലെ ആനന്ദം ഞങ്ങളെ അടക്കി ഭരിച്ചു പോയി അല്ലാഹ്. അതിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയി റബ്ബേ, അതിൽ ഞങ്ങൾ വീണുപോയി അല്ലാഹ്. ഫഖ്റുജ്നാ, ഞങ്ങൾക്കൊരു ചാൻസ് കൂടി തരണമേ റബ്ബേ, ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ അല്ലാഹ്. നഅമൽ സാലിഹാ, നന്മയായ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊള്ളാം, നന്മയ്ക്ക് മാത്രം കൂട്ടുനിൽക്കാം, ഒരിക്കൽ കൂടി ഒരു അവസരം നൽകണമേ എന്ന് റബ്ബിന്റെ കോടതിയിൽ അവൻ വിലപിക്കുമ്പോ റബ്ബ് ഇവനോട് പറയുകയാ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ മാ തദക്കർ വജാഅകുമുൻ നദീർ.
ദുനിയാവിൽ നിനക്ക് നല്ല യുവത്വം തുളുമ്പുന്ന സമയം ഞാൻ നൽകിയില്ലേ? ആ സമയം നീ തിയേറ്ററിൽ ചെലവ് ചെയ്തവനല്ലേ? ദുനിയാവിൽ നിനക്ക് നല്ല പൈസയും ആരോഗ്യവും ഞാൻ നൽകിയില്ലേ? അതൊരു പെണ്ണുമായി നീ നിന്റെ ബന്ധത്തിൽ നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ദുനിയാവിൽ നല്ല നിലവാരം നിനക്ക് ഞാൻ നൽകിയില്ലേ? അത് മുഴുവനും നീ അധർമ്മത്തിന്റെ വഴിക്ക് വേണ്ടി പണയപ്പെടുത്തിയില്ലേ? അപ്പൊ ഈ കിട്ടിയ സമയം, ഈ ആയുസ്, ഈ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവ് ചെയ്തു? എന്തിനു വേണ്ടി ചെലവ് ചെയ്തു? ഇതിന് നാളെ ചോദ്യമുണ്ടാകും, അതിന് മറുപടി കണ്ടെത്തുകയും വേണം. അതല്ലാതെ ഒരു രക്ഷയുമില്ല. അത് കണ്ടെത്തിയേ മതിയാവും. ഇതില്ലെങ്കിൽ അനങ്ങാൻ പറ്റൂല, അനങ്ങാനേ പറ്റൂല. അള്ളാഹു നമുക്ക് ആ ഒരു ഗതി ഉണ്ടാകാതെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിനാണ് നമ്മൾ ഈ ചർച്ച. അള്ളാഹു ചോദിക്കാൻ, നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ആരും ഇല്ലായിരുന്നോ? പറഞ്ഞു തന്നല്ലോ. വജാഅക്കുമുൻ നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ഞങ്ങൾക്ക് വഴികാട്ടി വന്നിരുന്നു റബ്ബേ, ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കാരണം, താക്കീത് കാരണം വന്നിരുന്നു. അല്ലാഹ് ഫകദബ്നാ, ഞങ്ങളത് പുച്ഛിച്ച് തള്ളി, ഞങ്ങളത് കളവാക്കി, ഞങ്ങൾ വലിച്ചെറിഞ്ഞു. ഞങ്ങൾക്കത് ഇങ്ങനെയൊന്നും, ദുനിയാവെന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിയുടെ വീടാണെന്ന് ഞങ്ങൾ ധരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അത് വലിയ താല്പര്യം കാണിച്ചില്ല. അല്ലാഹ് പറയും മനുഷ്യൻ. فاعترفنا بذنوبنا فهل إلى خروج من سبيل. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു പടച്ചവനെ, ഞങ്ങളുടെ അപരാധങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അല്ലാഹ്. ഒരു അല്പം ചാൻസ് കൂടി നൽകി ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ റബ്ബേ. ഓരോരുത്തരും വിലപിക്കുന്നതാണ്, ഓരോരുത്തരും വിലപിക്കും. ഖുർആൻ ശക്തമായ താക്കീത്. ഖുർആൻ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ. അതുകൊണ്ടാണ് നബി തങ്ങൾ ചോദിച്ചത്, നിനക്ക് തന്ന ആയുസ് നീ എന്തിനു ചെലവ് ചെയ്തു? അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് നിനക്ക് തന്ന ആയുസ്, ആരോഗ്യം. നീ എങ്ങനെ ചെലവ് ചെയ്തു? മറുപടി കണ്ടെത്തണം ഓരോ ചെറുപ്പക്കാരനും. അത് കണ്ടെത്തിയേ മതിയാവും. അവൻ നാളെ അവിടെ അള്ളാന്റെ മുന്നിൽ പോയി കളവ് പറയാൻ അവനെ കൊണ്ട് കഴിയില്ല. അവന്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി അവന്റെ വലതും ഇടതും ഭാഗത്ത് 2 മലക്കുകളെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിലയ്ക്കും അവനൊന്നും മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് 4 കാര്യം ഒരു ആദമിന്റെ മോനോട് ചോദിക്കും, അതിന് മറുപടി കണ്ടെത്തണം. അതിന് ദുനിയാവിൽ വെച്ച് ഇപ്പോഴേ കണ്ടെത്തിക്കോളും. 1, അവന്റെ വയസ്സ് എങ്ങനെ ചെലവ് ചെയ്തു, അവന്റെ വയസ്സിനെ അവൻ എങ്ങനെ ചെലവ് ചെയ്തു, എങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു, അടിച്ചു പൊളിച്ച് ജീവിച്ച് കളഞ്ഞു. സിനിമയും കണ്ട് ഗാനമേളം ചെയ്ത് പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫോണും വിളിച്ച് റീചാർജ് ചെയ്ത് വെറുതെ അവന്റെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ അതിന് നീ നാളെ അള്ളാന്റെ അടുക്കൽ എണ്ണി അള്ളാഹ് കൊണ്ടൊരു കൂട്ടിലോട്ട് കയറ്റിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചോദിക്കുക. ഒരു രക്ഷയില്ല. അവിടെ മലക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാന്റെ അടുക്കൽ നിന്നോട് വിട്ട് കിട്ടിയാൽ അപ്പോഴേ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് നിലവിളിക്കാൻ നല്ലത് ഒറ്റ മാർഗവുമില്ല നമുക്കവിടെ. അതിനുള്ള പരിഹാര മാർഗമാണ് നമ്മളിവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മക്കളോട് ചോദിക്കുന്ന 4 ചോദ്യം. 1, അവന്റെ ആയുസ്. 2, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, അവന്റെ യുവത്വം തുളുമ്പുന്ന സമയമുണ്ടല്ലോ. ആദ്യം അള്ളാഹു കുറച്ച് കൺസെഷൻ ചെയ്തുതരും. അവന്റെ തുടക്കത്തിൽ ദുഅഫിന്റെ സമയത്ത്, അവസാന സമയത്ത് വയസ്സനാകുമ്പോഴും അള്ളാഹു കൺസെഷൻ ചെയ്യും. പക്ഷെ ആ യുവത്വത്തിന്റെ സമയത്ത് അവൻ ചെയ്തതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എണ്ണി എണ്ണി നീ മറുപടി പറയേണ്ടി വരും. ആ സമയം നീ എന്തിനു ചെലവ് ചെയ്തു, എന്തിനു വേണ്ടി നീ ഉപയോഗിച്ചു, എന്തൊക്കെ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്, അതിന് നീ മറുപടി പറയണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ആദ്യമായി നിന്നോട് ചോദിക്കുന്നത് നിന്റെ ശരീരം. ബഹുമാനമുള്ള സഹോദര സഹോദരി, ഇന്ന് നമ്മൾ നമ്മുടെ ആ യുവത്വം എത്ര ഹറാമായ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി വലിച്ചെറിയുന്നത്? ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എത്രയെത്ര പാഠങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളത് പഠിക്കുകയില്ല. കൂട്ടുകാരുമായി കൂട്ടുകൂടി ഈ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടി അധാർമികതയുടെ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ ഇന്ന് മുസ്ലിം യുവാക്കൾ യുവതികളിന് തയ്യാറാകുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ത്? ചോദ്യമുണ്ടാകും. നിങ്ങൾ മറുപടി കണ്ടെത്തണം. മറുപടി കണ്ടെത്താതെ കണ്ട്
മയ്യത്ത് കണ്ടിൽ പൊതിഞ്ഞ് എല്ലാവരും കൊണ്ട് പള്ളിക്കകത്ത് ഇട്ട് കബറിനകത്തിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഗുഡ് ബൈ അടിച്ചു വരും. അവിടെ 2 പേര് വരും. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അവരുടെ മുന്നിൽ നമ്മൾ മറുപടി കണ്ടെത്തിയേ മതിയാവും. അവരുടെ മുന്നിൽ നമ്മൾ മറുപടി കണ്ടെത്തിയ മതി. അവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല. ഓർത്തോളി, അവിടെ ചോദ്യം ഉണ്ടാകും. 7 ദിവസം വരെ ചോദ്യം ഉണ്ടാകും എന്നൊക്കെ ചില ഉലമാക്കൾ പറയുന്നു. 7 ദിവസം വരെ കബറിനകത്ത്. കാരണം ഇവൻ ചെയ്ത അധർമ്മം അത്രത്തോളം പിടിച്ച് ഒറ്റയടിക്ക് ചോദിച്ചു തീർക്കാൻ പറ്റൂല. വല്ലാത്ത റിമാൻഡാണ്. ഇവിടെ 14 ദിവസം റിമാൻഡ്. അവിടുത്തെ ഓരോ ചോദ്യവും ഭയങ്കരമായിരിക്കും. ആ മലക്കുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ആകെ ഇടങ്ങാറല്ല ആയി പോകും. ഇവരങ്ങനെ ചോദിക്കും. ഇവിടെ ഓരോരുത്തർ കാണാൻ പഠിച്ചു. മൻ റബ്ബുക? റബ്ബി അല്ലാഹ്. വമാ ദീനുക? ദീനി അൽ ഇസ്ലാം. ഇതെല്ലാം ഇവിടെ കാണാതെ പഠിച്ചു വെച്ച് ഉസ്താദ്മാർക്ക് ചോദിച്ച് എഴുതി കാണാതെ പഠിച്ചു വെച്ചിട്ട് ഖബറിനകത്ത് പോകുമ്പോൾ നല്ലപോലെ പറയാൻ വേണ്ടി നിയത്തിയത് പോകുന്നവരുണ്ട്. എൻ്റെ പൊന്നെ, അറബി ഭാഷ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കാണാതെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവിടെ അള്ളാഹു ചിലർക്ക് തീരുമാനമെടുക്കും, അവർക്ക് പറയാൻ കഴിയും. മറ്റു ചിലർക്ക് തീരുമാനമെടുക്കും, അവർക്ക് പറയാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ അതിനുള്ളൊരു കപ്പാസിറ്റിയും പവറും നമുക്ക് വേണം. ആരെ പോലെ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ അൻത യാ ഉമർ? ഉമറേ, നിന്റെ അവസ്ഥ എന്താണ് ഉമറേ? ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റുഇൻ ഫീ ദിറാഇൻ. 2 ഞെരുക്കമുള്ള ഖബറിലേക്ക് നിന്നെ കൊണ്ടുവെക്കുകയും ഫറഅയ്ത മുൻകറൻ വ നകീറാ, മുൻകറിനെയും നകീറിനെയും നീ കാണുമ്പോൾ ഉമറേ, നിന്റെ അവസ്ഥ ആ ഖബറിൽ എന്തായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യവും സ്ഥൈര്യവും ചങ്കൂറ്റവും ഒന്നും പറയണ്ടല്ലോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമർ റളിയല്ലാഹു അത്രയ്ക്ക് ചങ്കൂറ്റ ധൈര്യശാലിയാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ ഒരിക്കൽ വിളിച്ചിരുത്തി ചോദിക്കുക, ഉമറെ, നിന്നെ ഖബറിനകത്ത് കൊണ്ടുവച്ച് മുൻകറിനെ നക്കീറിനെ നീ കാണുമ്പോൾ നിന്റെ അവസ്ഥ എന്താ? ഉടനെ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, വമാ മുൻകറും വ നകീറും യാ റസൂലല്ലാഹ്. മുൻകറും നക്കീറും എന്താണ് നബിയേ? അതാരാണ് നബിയെ? ഒന്ന് വിശദീകരിക്കുമോ ഹബീബേ? ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു. മുൻകർ ഇന്ന് നമ്മളിങ്ങനെ പഠിച്ചിട്ടും കേട്ടിട്ടുള്ളൂ. മുൻകർ നക്കീറിന്റെ ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഒരു 40 ദിവസത്തെ ഇംഗ്ലീഷ് ഒരു വെക്കേഷൻ ക്ലാസ്സിൽ പോയിട്ട് ഈ ഖബറിലെ ചോദ്യം ഒന്ന് പഠിച്ചു വെച്ചോണേ. മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി. അങ്ങനെ ഒരു ക്ലാസ് എങ്ങാനും നമ്മൾ തുടങ്ങിയാൽ ഭയങ്കര ആളായിരിക്കും. മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പഠിപ്പിക്കുന്നു 40 ദിവസത്തെ കോഴ്സ്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞ് മരിക്കാൻ കാത്തിരിക്കണ്ടേ? എപ്പോഴാ മരിക്കുക? അപ്പോഴത്തേക്കും മറന്നു പോകൂലേ? അപ്പൊ മുൻകർ നക്കീർ എന്ന് പറഞ്ഞ സാധനം ഖബറിനകത്തുണ്ടോ? അതെന്താ സാധനം? അത് എങ്ങനെ വരും? അതിന്റെ കോലം എന്താ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച നബി തങ്ങളോട്, വമാ മുൻകറും വ നകീറുൻ യാ റസൂലല്ലാഹ്. മുൻകറും നകീറും ആരാണ് നബിയെ? അവരുടെ കോലം എന്താണ് ഹബീബേ? ഒന്ന് വിശദീകരിക്കുമോ? ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിശദീകരിക്കുകയാ. ഓർക്കുക, ചിന്തിക്കുക, പഠിക്കുക സഹോദരി സഹോദര. കളിയല്ല, ചിരിയല്ല, രസമല്ല, പാഴാക്കി കളയരുതേ. നമ്മുടെ യുവത്വത്തെയും സമയത്തെയും ആയസിനെയും പാഴാക്കരുതേ. ഇന്ന് നമുക്ക് ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സഹപ്രവർത്തകരും സഹപാഠികരുമുണ്ട്. എത്ര വലിയ നാട്ടുകാരനും കൂട്ടുകാരനും മേലാളനുമാണെങ്കിലും അവനെ ഖബർ വെറുതെ വിടുകയില്ല. ഖബറിന് അവനോട് ഒരു നിലയ്ക്കും ദയയും ഉണ്ടാവുകയില്ല. ആ ഖബറിൽ ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഒരവസ്ഥ വരുമ്പോ മുൻകറിനെയും നക്കീറിനെയും കാണുമ്പോ ഓർക്കണേ, നിന്റെ യഥാർത്ഥ മുഖം അവിടെ തെളിഞ്ഞു വരുമടോ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഉമറേ, ഫത്താന അൽ ഖബരി. ഖബറിൽ കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന 2 പേരാണ് ഉമറേ. മുൻകർ നക്കീർ കുഴപ്പമുണ്ടാക്കുന്നവർ, ഫിത്ന ഉണ്ടാക്കുന്നവർ. ഇവിടെ ഒന്നും ഒരു ഫിത്ന ഇല്ല. ഇവിടുത്തെ ഫിത്നയ്ക്കൊക്കെ കോംപ്രമൈസ് ഉണ്ട്, അവിടുത്തെ ഫിത്നയ്ക്ക് കോംപ്രമൈസ് ഇല്ല. ഫത്താനൽ ഖബരി, ഖബറിലെ ഫിത്ന ഉണ്ടാക്കുന്ന 2 പേരാണത്. എങ്ങനെയാണ് അവർ വരിക എന്നറിയുമോ? യബ്ഹസാനിൽ അർള ബി അൻയാബിഹിമാ വയതാനി ഫീ അശ്ആരിഹിമാ അസ്വാതുഹുമാ കർഅദിൽ ഖാസിഫ് അബ്സാറുഹുമാ
كالبرق الخاطف ومعهما مرزبة من حديد لو اجتمع أهل مني لم يقدروا رفعها. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മുൻകർ നക്കീറിന്റെ അവസ്ഥയും അവിടുത്തെ കോലത്തെ